പൂക്കോട്ടൂർ യുദ്ധം 1921 ഓഗസ്റ്റ് 20 കണ്ണൂരിൽ നിന്നും ഒരു സംഘം ബ്രിട്ടീഷ് പട്ടാളക്കാർ മലപ്പുറത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം പൂക്കോട്ടൂരിൽ വെച്ച് പട്ടാളക്കാരെ നേരിടണമെന്ന് ഖിലാഫത്ത് പ്രവർത്തകർ തീരുമാനിച്ചു. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ മരം മുറിച്ചും പാലം പൊളിച്ചും പട്ടാളക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തി. പട്ടാളക്കാരുടെ യാത്ര പ്രയാസമായിരുന്നെങ്കിലും എല്ലാം മറികടന്ന് 1921 ഓഗസ്റ്റ് 25 പട്ടാളക്കാർ അറവങ്കര പാപ്പാട്ടുങ്ങൽ എന്ന സ്ഥലത്തെത്തി. പാപ്പാട്ടുങ്ങലിലെ വലിയ പാലം പൊളിച്ചിട്ടതിനാൽ അന്ന് പട്ടാളക്കാർ കൊണ്ടോട്ടിയിലേക്ക് മടങ്ങുകയും പിറ്റേ ദിവസം ഓഗസ്റ്റ് 26 പട്ടാളക്കാർ വീണ്ടും വരികയും പള്ളിപ്പണിക്ക് കരുതിയിരുന്ന മരങ്ങൾ ഉപയോഗിച്ച് പാലം താൽക്കാലികമായി നിർമ്മിക്കുകയും വാഹനങ്ങൾ മുന്നോട്ടെടുക്കുകയും ചെയ്തു. പട്ടാളത്തിന്റെ പിൻനിര ബിലാക്കിലെത്തുമ്പോൾ മുന്നിലെയും പിന്നിലെയും ലോറിയുടെ ടയറിന് വെടിവെക്കാനും 4 ഭാഗത്തു നിന്ന് വളയാനുമായിരുന്നു മാപ്പിളമാരുടെ പദ്ധതി ആസൂത്രണ സമയത്ത് സ്ഥലത്തില്ലായിരുന്ന ഖിലാഫത്ത് പ്രവർത്തകരിലെ 2 പേർ വാഹനം കണ്ടയുടനെ വെടിവെക്കുകയും ചാടി വീഴുകയും ചെയ്തു. ആധുനിക യന്ത്രത്തോക്കുകളോടും പീരങ്കികളോടും നാട്ടുകാരുടെ കൈവശമുണ്ടായിരുന്ന കൈത്തോക്കുകൾക്കും മറ്റു ആയുധങ്ങൾക്കും പിടിച്ചു നിൽക്കാനായില്ല. 3 മണിക്കൂറോളം നീണ്ട ഉഗ്ര പോരാട്ടത്തിനൊടുവിൽ ആദ്യം വെടിയുയർത്ത പറാഞ്ചേരി കുഞ്ഞാറമുട്ടിയും അയമുവും യുദ്ധനായകൻ വടക്കുവീട്ടിൽ മമ്മദുവും അടക്കം 400ഓളം പോരാളികൾ ധീരരക്തസാക്ഷികളായി. ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് യുദ്ധം നയിച്ചിരുന്ന മേജർ ലങ്കാസ്റ്റർ അടക്കം 20ഓളം പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. പിറന്ന നാടിന്റെ മോചനത്തിനായി ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുന്നിൽ വിരിമാറ് കാണിച്ച ഏറനാടൻ രക്തസാക്ഷികളുടെ മണ്ണാണ് പൂക്കോട്ടൂർ.